الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى. والذين كفروا عما أنذروا معرضون. قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് എന്തായാലും ഖിറാഅത്ത് നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഒന്ന് പറ്റുമെങ്കിൽ ഓതിപ്പിക്കണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് നമ്മളുടെ സമയം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും ഈ സൂറത്ത് ഞാനൊരു ഓഡിയോ സംഘടിപ്പിച്ചിട്ട് അതിലിട്ട് തരാം. അതിനോട് കൂടെ ഓതി നോക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ഖിറാഅത്തും ഇതിന്റെ കൂടെ മെച്ചപ്പെടുത്തണം ഇൻഷാ അല്ലാ. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഓതി വെച്ചിരുന്നു. ഹാമീം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് അലിഫ് ലാം മീം ഒക്കെ പറഞ്ഞ പോലെ പല സൂറത്തുകളിലും വന്നിട്ടുള്ള ഹവാമീം എന്ന് പറയും. ഹാമീം മാത്രമായിട്ട് വന്ന 5-6 സൂറത്തുകളുണ്ട്. അതിൽ അവസാനത്തെ സൂറത്താണ് അഹ്ഖാഫ്. പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല, പക്ഷേ ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഖുർആൻ കെട്ടിയുണ്ടാക്കിയത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ളത് കൊണ്ടുവരൂ എന്നുള്ളൊരു വെല്ലുവിളിയായിട്ട് പറയാറുണ്ട്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, ഈ ഗ്രന്ഥത്തിന്റെ ഇറക്കം അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അൽ കിതാബ് എന്താണെന്ന് ഒരു 4 സംഗതിക്ക് പരിശുദ്ധ ഖുർആനിൽ അൽ കിതാബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഒന്ന് ഖുർആനെ കുറിച്ച്, പിന്നെ മറ്റൊന്ന് ഖുർആന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഓക്കെ, അഹ്ലുൽ കിതാബിന്റെ ഗ്രന്ഥങ്ങൾ. പിന്നെ ലൗഹുൽ മഹ്ഫൂദില് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച്. ഓക്കെ, 4-മത്തത് മഹ്ശറയിൽ നമുക്ക് ലഭിക്കുന്ന ഗ്രന്ഥം. വെരി ഗുഡ്, നിങ്ങൾ അറ്റൻറ്റീവ് ആയിരുന്നു, അൽഹംദുലില്ലാ. അൽ അസീസ് അൽ ഹക്കീം, അൽ അസീസ് അൽ ഹക്കീം, അസീസും ഹക്കീമുമായ അള്ളാഹു. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ 2 തരം നാമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇസ്മുൽ ജമാലിയ, ഇസ്മുൽ ജലാലിയ. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. ജലാലിയത്തിന്റെ ഇസ്മുകൾ വരുമ്പോഴും ജമാലിയത്തിന്റെ ഇസ്മ വരുമ്പോൾ ഒന്ന് ജലാലിയത്തിന്റെ ഇസ്മ കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ജമാലിയത്ത് ചേർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനാണെന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഹക്കീം അതുപോലെയുള്ളത് കൊടുക്കും. അപ്പൊ അസീസ് എന്നുള്ളത് ജലാലിയത്തിന്റെയാണ്, ഹക്കീം ജമാലിയത്തിന്റെയാണ്. അതുപോലെ ചിലപ്പോ ജമാലിയത്ത് മാത്രം വരും, ഗഫൂർ റഹീം. അതുപോലെ ചിലപ്പം ജലാലിയത്ത് മാത്രം വരും, അൽ ഖവിയുൽ അസീസ്. അപ്പൊ സാധാരണഗതിയിൽ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടികളോട് കാണിക്കുന്ന ഒരു കാരുണ്യത്തിന്റെ ഒരു നിദർശനം കൂടിയായിട്ട് ഇതിനെ ചില പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഊന്നി പറയുന്നത്? തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, യുക്തിജ്ഞനും പ്രതാപവാനുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവതരണമാണിത്. പരിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചും മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, മക്ക ജീവിത കാലഘട്ടത്തിലെ അവസാനത്തിൽ ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബ്, അതുപോലെ തന്നെ
അവിടുത്തെ പ്രിയ പത്നിയായിരുന്ന ഖദീജ ബീവി ഒരു മാസത്തിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഇത് അവതരിക്കുന്നത് എന്നറിയാം. അപ്പോൾ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായ ആരോപണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത് ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ പേരിൽ ആരോപണം പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ മക്കിയായ സൂറത്തുകളിൽ പലതിലും മിനല്ലാഹിൽ അസീലേക്ക് തൻസീലും മിനല്ലാഹ് കിതാബുൻ ഉൻസില ഇലൈക്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായത് എന്ന് ഊന്നി ഊന്നി പറയുന്നത് കാണാം. അത് സത്യനിഷേധികൾക്കുള്ള ഒരു മറുപടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവതരിച്ചതാണ്. ഇത് പല രൂപത്തില് പല സന്ദർഭങ്ങളിൽ പല ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയും അത് ഒരു ഷായർ, ഒരു കവിയുടെയാണ്. അതായത് മക്കയിൽ നിന്ന് കുറച്ച് മാറി ഒരു കവി ഉണ്ടായിരുന്നു, ആ കവിയിൽ നിന്ന് കേട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ഒരു കവിയെ കൊണ്ടുവന്നിട്ട് അവര് നബിയെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ വന്ന ആള് പറഞ്ഞു ഇതൊരിക്കലും ഒരു കവിതയല്ല, ഇത് ഒരു പ്രസംഗമല്ല, ഇത് കവിതയല്ല, ഇത് സിഹറല്ല, ഇത് എന്തോ പ്രത്യേകതയുള്ളതാണ്. ഇന്നലഹു ലഹലാവ ഇന്നലഹു ലതലാവ ലൈസ ഹാദാ മിൻ ഇൻദിൽ ഇൻസാൻ. ഇതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു ആകർഷണ ശക്തിയുണ്ട്, അതൊരിക്കലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല എന്ന് പറയുകയാണ് അയാൾ ചെയ്തത്. അപ്പോ വമാ ഹുവ ബിഖൗലി ഷാഇർ, ഇതൊരു കവിയല്ല. മുഹമ്മദ് ഒരു കവിയായിരുന്നോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയായിരുന്നോ? ഇതിനു മുമ്പ് അദ്ദേഹം എപ്പോഴെങ്കിലും കവിത ചൊല്ലുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലല്ലേ ഇത് പറയാം. 40 വയസ്സ് വരെ കവിതയുമായി ഒരു ഇടപാടുമില്ലാതിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ കവിതയുമായിട്ട് വരിക. വമാ ഹുവ ബിഖൗലി ഷാഇർ വലാ ബിഖൗലി കാഹിൻ, ഒരു ജ്യോത്സ്യന്റെ പ്രവചനവുമല്ല. ജ്യോത്സ്യന്മാര് ഇങ്ങനെ കവിത എഴുതല. വലാ ബിഖൗലി കാഹിൻ വലാ ബിഖൗലി കാഹിൻ വമാ ഹുവ ബിഖൗലി ഷാഇർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കവിത ചൊല്ലിയിട്ടില്ല. ഏതോ ഒരു പ്രസംഗത്തിൽ 2 വരി കവിത ഉദ്ധരിച്ചതായിട്ട് നബിയുടെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പ്രസംഗത്തിൽ 2 വരി കവിത, അത് തെറ്റിയെന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒരിക്കൽ പോലും തെറ്റുവരാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ആകെ ഉദ്ധരിച്ച 2 വരി കവിത തെറ്റിച്ചു എന്നാണ്. അതായത് നബിയും കവിതയും യാതൊരു ബന്ധവുമില്ല. അതേ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കവിത ഉദ്ധരിക്കും, ഉമർ റളിയല്ലാഹു അൻഹു കവിത ഉദ്ധരിക്കും, അലി റളിയല്ലാഹു അൻഹു കവിത കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിത പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കവി എന്ന ആരോപണത്തിന് ഒരു പ്രസക്തിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കണം, മൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. ആകെ കളവ് പറയരുത്, നുണ പറയരുത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ആ ആള് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാം, അതെങ്ങനെ ശരിയാവും? അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. ആ ആൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് എന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക? അപ്പോ ഖുറൈശികള് ഒരു 5-8 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം ഒരു 5 തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒന്ന്, കാദിബ്, കള്ളം പറയുന്നവനാണ്. അത് ഒരാരും അംഗീകരിച്ചില്ല ആ ഒരു ആരോപണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളത്തരം പറയണം, അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാളുള്ളത്? പക്ഷേ ഈ 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും ഈ മുഹമ്മദ് കള്ളം പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് നിങ്ങൾ തന്നെ അദ്ദേഹത്തെ അല്ലമീൻ എന്നല്ലേ വിളിച്ചേ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയാതെ നിങ്ങൾ അല്ലമീൻ, അതായത് സത്യം മാത്രം പറയുന്നവൻ എന്ന് വിളിച്ച ആ വ്യക്തി 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയും എന്ന് പറയുന്നത് ഖുറൈശികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആരും അത് അംഗീകരിച്ചില്ല. സാഹിറാണെന്ന് പറഞ്ഞു, മായാജാലക്കാരനാണെന്ന്, അതാരും അംഗീകരിച്ചില്ല. പിന്നെ കാഹിനാണെന്ന് പറഞ്ഞു, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, അതാരും അംഗീകരിച്ചില്ല. ഷായറാണെന്ന് പറഞ്ഞ്, കവിയാണെന്ന് പറഞ്ഞു, അതാരും അംഗീകരിച്ചില്ല. അജമിയുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്, അതാരും അംഗീകരിച്ചില്ല. അങ്ങനെ കൺകെട്ട്, മായാജാലം, കളവ്, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചു. ഇത് ഏതോ അജമിയിൽ നിന്ന്, അറബി അല്ലാത്ത ഒരാളിൽ നിന്ന് കേട്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ചോദിക്കാണ്, അജമിയുൻ, ഇത് അജമിയാണോ? ഇത് അറബി അല്ലാത്ത ഭാഷയിൽ വന്നതാണോ? വഹാദ ലിസാനുൻ അറബിയും മുബീൻ, വളരെ വ്യക്തമായ അറബി ഭാഷയിൽ വന്നതല്ലേ, പിന്നെ എങ്ങനെ അജമിയാണെന്ന് പറയുന്നു? ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവർക്ക് മറുപടി പറയാനില്ലാത്ത വിധം കൃത്യമായിട്ടായിരുന്നു അത് അവതരിച്ചിരുന്നത്. അത് കവിതയാണോ? കവിതയല്ല. കഥയാണോ? കഥയല്ല. പ്രസംഗമാണോ? പ്രസംഗമല്ല. എന്നാൽ പ്രസംഗത്തിന്റെ ഒഴുക്കുണ്ട്, ആവർത്തനമുണ്ട്, കവിതയുടെ പ്രാസമുണ്ട്. അത് ഖുർആനാണ്. ഖുർആനിന് ഖുർആനിൻ്റെതായ ഒരു ശൈലിയാണുള്ളത്. ഒരു കവിതയിലേക്കും ഒരു പാട്ടിലേക്കും ഒന്നിലേക്കും നിങ്ങൾക്ക് അതിനെ ചേർത്ത് വെക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഈണവും ഡിവൈനാണ്. അതിൻ്റെ ഈണവും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ കെട്ടും അതിൻ്റെ മട്ടും അതിൻ്റെ ചേലും എല്ലാം തന്നെ ദൈവികമാണ്. അത് വേറൊരാൾക്ക് അത് ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അതേ നാഥനിൽ നിന്നാണ് സൂറത്ത് ത്വാഹയുടെ തുടക്കത്തിൽ പറഞ്ഞേ, തൻസീലും, ഇത് ഇറങ്ങിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അതേ നാഥനിൽ നിന്നുള്ളതാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുലച്ചത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല. ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച ആ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതായിരുന്നു ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുലച്ച വാചകം. അതേ പ്രയോഗമാണ് തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. മാ ഖലഖന സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ടില്ല. മാ ഖലഖന, നാം സൃഷ്ടിച്ചിട്ടില്ല, സമാവാതി, ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെ, വമാ ബൈനഹുമാ, അവക്കിടയിലുള്ള എല്ലാത്തിനെയും, ഇല്ലാ ബിൽ ഹഖി, യാഥാർത്ഥ്യത്തോടു കൂടിയിട്ട്, യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട്, ഓ അജലി മുസമ്മ, നിശ്ചിത അവധി വരേക്കും കൂടിയാണ്. അജലി മുസമ്മ, നിർണിത അവധി വരേക്കും കൂടിയാണ്. വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളോ, വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളോ, അമ്മ ഉൻദിറു, അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ള സംഗതിയെ മുഅ്രിദൂൻ, അവഗണിച്ച് കളയുന്നവരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ഭൂമിയിലാണല്ലോ നിങ്ങൾ വസിക്കുന്നത്. അപ്പൊ ആകാശഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണോ? അന്നമ ഖലഖ്നാകും അബസ അഫഹസിബ്തും അന്നമ ഖലഖ്നാകും അബസ, വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ട്. വമാ ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശഭൂമികളെ നാം കളിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. ലാഇബീൻ വേറൊരിടത്ത് പറയുന്നതാണ്. ഏതാ പ്രയാസമുള്ള സൃഷ്ടിപ്പ്? മനുഷ്യനെ സൃഷ്ടിക്കലാണോ ആകാശഭൂമികളെ സൃഷ്ടിക്കലാണോ? വേഗം പറയും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേറിയ സൃഷ്ടിപ്പ് ഏതാണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതാണോ അതോ മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണോ? രണ്ടും പ്രയാസമല്ല. രണ്ടും പ്രയാസമല്ല. കമ്പാരിറ്റീവ്ലി നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരുപക്ഷെ ആകാശഭൂമികളായിരിക്കാം, പക്ഷെ അല്ലാഹു അഅലം. ശരി. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബർ മിൻ ഖൽഖിൻ നാസ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ്, കൂടുതൽ എഫർട്ടുള്ള സംഗതിയാണെന്നാണ് അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കുൻ ഫയക്കൂൻ. പക്ഷെ നമ്മളിൽ നോക്കുമ്പോൾ ആകാശഭൂമികൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപ്പേ അല്ല, ഒരു ചെറിയൊരു സൃഷ്ടിപ്പാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആദരിക്കപ്പെട്ട എന്നാൽ വളരെ ഒരു ചെറിയ സൃഷ്ടിപ്പാണ്. അൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ ഏറ്റവും പ്രയാസമേറിയ സൃഷ്ടിപ്പ്? അമിസ് സമാഉ, അതല്ല ആകാശമാണോ? ബനാഹ, നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. റഫഅ സംകഹ വസവ്വാഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ, സൂറത്തു നാസിയാത്തിലെ.
അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ ഇതിനെ യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടാണ് സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒന്നും വെറുതെ അല്ല. ഒരുപക്ഷെ നമുക്ക് അതിന്റെ കാര്യം അറിയണ്ടാവില്ല. ചില ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ മൂട്ടനെയൊക്കെ സൃഷ്ടിച്ചിരിക്കണമെന്ന് ചോദിക്കും അല്ലെ. ചില ഈ മൂട്ടനെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത്, ബഗ്സിനെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഈ കൊതുകിനെ സൃഷ്ടിച്ചത്? ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ. ഒരു കൊതുകിനെയോ അതിന്റെ മുകളിലുള്ളതിനോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് ഒരു ലജ്ജയുമില്ല. കൊതുക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു കൊതുകിനെ സൃഷ്ടിച്ചത്? നമുക്കറിയില്ല അല്ലെ. നമുക്കറിയാത്ത പല സൃഷ്ടിപ്പുകളുണ്ട്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ശാസ്ത്രം വെസ്റ്റിഗൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓർഗൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം വെസ്റ്റിഗൽ ഓർഗൻസ് ആണ്, പ്രത്യേകിച്ച് ധർമ്മമൊന്നും ഇല്ലാത്ത അവയവങ്ങളാണെന്ന് വിചാരിച്ചതിന് പിന്നെ ധർമ്മങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വെസ്റ്റിഗൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നം ഒന്നുമില്ലാത്ത കുറച്ച് ഓർഗൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമുക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. നമ്മളിപ്പോ ഇതുവരെയുള്ള എല്ലാം കണ്ടെത്തി കഴിഞ്ഞോ? മനുഷ്യന്റെ ശരീരത്തെ തന്നെ മുഴുവൻ പഠിച്ചു തീർന്നിട്ടില്ല. കാരണം പഠിക്കുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു DNA മാത്രം എടുത്ത് അതിലെ വിവരങ്ങൾ എഴുതി വെച്ചാൽ 1000 പേജുള്ള 900 എൻസൈക്ലോപീഡിയകൾ വേണ്ടി വരുമെന്നാണ് ഒരു സയന്റിസ്റ്റ് പറഞ്ഞത്. ഒരു DNA നമുക്ക് കാണൂലല്ലോ അല്ലെ. ഒരു DNA കാണണമെങ്കിൽ ഒരു 2000-ലധികം തവണ ടൈംസ് നമ്മുടെ സെല്ലുകൾ വലുതാക്കി കാണേണ്ടി വരും. അപ്പോഴല്ലേ ഒരു DNA ഇത് തെളിഞ്ഞു വരുള്ളൂ. ആ DNA വിവരത്തിന്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുത സൃഷ്ടിപ്പാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഫി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ, അഫലാ തുബ്സിറൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ആകാശഭൂമികളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അജലി മുസമ്മ, ഒരു നിർണിത കാലാവധിയാണ്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. തുടക്കവും ഒടുക്കവും ഉണ്ട്. എല്ലാത്തിനും തുടക്കവും ഒടുക്കവും ഉണ്ട്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് അള്ളാഹുവാണ്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, ഉള്ളവനാണ്, എന്നെന്നും ഉള്ളവനാണ്, എന്നേക്കുമുള്ളവനാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലം സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മളുടെ സമയം നമ്മുടെ സമയമാണ്. നമ്മുടെ പുറത്തുള്ള പ്ലാനറ്റുകളിലെ സമയം നമ്മുടെ സമയമല്ല. നമ്മുടെ സമയം ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സമയമാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാം കണക്ക് കൂട്ടുന്നത്. അത് കണക്കൂട്ടാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രകാശത്തിന്റെ വേഗത, ശബ്ദത്തിന്റെ വേഗത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമ്മുടെ മാത്രം സമയമാണ്. അത് അള്ളാഹുവിന്റെ സമയമല്ല. അള്ളാഹുവിന്റെ അടുത്തുള്ള സമയം അത് വേറെ സമയമാണ്. സ്വർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുള്ള സമയം നമ്മൾ അവിടുത്തെ ഒരു ദിവസം നമ്മൾ എണ്ണുന്ന 1000 കൊല്ലങ്ങളാണ്. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷമാണ് അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു ദിവസം. അപ്പൊ അള്ളാഹുവിന്റെ സമയം വേറെ തന്നെയാണ്. അതുകൊണ്ട് സമയം എന്ന് പറയുന്നത് ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നമ്മുടെ സമയത്തിന്റെ തുടക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ തുടക്കവും ഒടുക്കവും വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തുടക്കത്തെയോ ഒടുക്കത്തെയോ അളക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിന് തുനിയുന്നത് വിഡ്ഢിത്തായിരിക്കും, അല്ലെങ്കിൽ വിവരമില്ലായ്കയായിരിക്കും. അതേസമയത്ത് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. അത് എപ്പോഴാണ്? തുടക്കവും നമുക്കറിയില്ല, ഒടുക്കവും നമുക്കറിയില്ല. അത് തുടങ്ങിയിട്ടുണ്ട്, ഒടുങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം. വിഷയം ഇതൊന്നുമല്ല. ഈ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നാണ് നമുക്ക് ഇത് അവതരിച്ച് കിട്ടിയിട്ടുള്ളത്. ആകാശത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന, ഈ കണ്ട ഖഗോളങ്ങളെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന, ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സിയെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയും. മിൽക്കി വേ ഗാലക്സിയിൽ 250 ബില്യൺ സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 250 ബില്യൺ. 1 കോടി മര്യാദക്ക് എണ്ണണമെങ്കിൽ 3 മാസം വേണ്ടി വരുന്ന പറഞ്ഞു, 1 കോടി വരെ എണ്ണണമെങ്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മിൽക്കി വേ ഗാലക്സി പോലെയുള്ള ഏകദേശം 200 മില്യൺ ഗാലക്സികളെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഗാലക്സികൾ കൂടിച്ചേർന്ന ഒരു ലോക്കൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. നമ്മുടെ സൂപ്പർ ക്ലസ്റ്റർ ലാനിയാക്കിയ എന്ന് പറയും. ഈ ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്ററിൽ ഒരുപാട് ലോക്കൽ ഗ്രൂപ്പുകളിൽ പെട്ട 200 മില്യൺ ഗാലക്സികളിൽപ്പെട്ട മിൽക്കി വേ ഗാലക്സിയിലെ 250 ബില്യൺ സ്റ്റാറുകളിൽപ്പെട്ട സാമാന്യം അപ്രസക്തമായ ഒരു സ്റ്റാറായ, ഒരു നക്ഷത്രമായ സൂര്യന്റെ ചുറ്റിപ്പറ്റി
കറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ഗ്രഹം എന്നല്ല, ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിലെ 69% കടലും ബാക്കി 39% അല്ല 31% ഭൂമിയുള്ള ആ ഭൂമിയിൽ മരുഭൂമിയും ഫോറസ്റ്റും ഒക്കെ കഴിച്ച് ബാക്കിയുള്ള കുറച്ച് സ്ഥലത്താണ് നമ്മൾ അഹങ്കാരത്തോട് കൂടിയിട്ട് ജീവിക്കുന്നത്. ആ മനുഷ്യൻ പറയാണ്, ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടണമെന്ന്. അവനെയാണ് വിഡ്ഢി എന്ന് പറയുന്നത്. ഇന്നഹുക്കാന വലൂമൻ ജഹൂല എന്ന് ഖുറാനിൽ പ്രയോഗിച്ചത്. ഇങ്ങനെയുള്ള ചില യുക്തിവാദികളുടെ പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അംഗീകരിക്കണമെങ്കിൽ ദൈവം എൻ്റെ മുന്നിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ഇന്നഹുക്കാന വലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയും പൊട്ടനുമാണ് എന്ന ഖുർആനിക പ്രയോഗം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കൂല. വല്ലദീന കഫറു, സത്യനിഷേധികൾ, അമ്മ ഉൻദിറു മുഅ്രിദൂൻ, അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത് എന്താണോ അതിനെ അവഗണിച്ചു പോകുന്ന ആളുകളാണ്. അപ്പൊ എന്താണ് മുന്നറിയിപ്പ് നൽകപ്പെട്ടത്? മുന്നറിയിപ്പ് നൽകപ്പെട്ടത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നും നിങ്ങൾക്കൊരു പരലോകമുണ്ട് എന്നും അവിടെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നും. ഈ ലോകത്തെ ജീവിതം നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാണ്. ആ പരീക്ഷണത്തിന് ശേഷം പരലോകത്തുള്ളതാണ് യഥാർത്ഥ ജീവിതമെന്നും പരീക്ഷണത്തിൽ വിജയിച്ചവർക്ക് സ്ഥിരമായിട്ട് പ്രതിഫലങ്ങളുണ്ട് എന്നും പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും ധിക്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് അവിടെ ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന്മാരെല്ലാവരും വന്നിട്ടുള്ളത് ബഷീറും നദീറുമായിട്ടാണ്, മുന്നറിയിപ്പുകാരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകന്മാർ കാണിച്ച അതേ പാത തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചത്. ആ പ്രവാചകന്മാരോട് എങ്ങനെയാണോ പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ് സത്യനിഷേധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രതികരിച്ചത്. പ്രവാചകൻ എന്ന് പറയുന്ന റഹ്മത്ത്, പ്രവാചകൻ എന്ന് പറയുന്ന കാരുണ്യം, പ്രവാചകൻ എന്ന് പറയുന്ന അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും പരലോകത്തെയും ചോദ്യം ചെയ്യുകയായിരുന്നു ഇക്കണ്ട കാലം മുഴുവൻ സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ വിശ്വസിക്കുന്ന ഈ സംഗതിക്ക് അവർക്ക് വല്ല തെളിവുണ്ടോ? ചില ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, ചില ആളുകൾ ഇല്ല എന്ന് പറയുന്നു. അതിന് വല്ല തെളിവുണ്ടോ? ചില ആളുകൾ പരലോകമില്ല എന്ന് പറയുന്നു. അവരുടെ അടുത്ത് വല്ല തെളിവുണ്ടോ? ഒരു പരലോകത്ത് പോയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തെളിവുമില്ല. അവരുടെ അടുത്ത് ഒരു തെളിവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. മാലഹും ബിഹി മിൻ ഇൽം, അവർക്ക് ഒരു തെളിവുമില്ല, ഒരു അറിവുമില്ല. അറിവില്ലാത്ത സംഗതിയെക്കുറിച്ചാണ് അവർ പറയുന്നത്. പ്രപഞ്ചത്തിനുപരിയും ഈ ഭൂമിക്കുപരിയായ ലോകത്തെക്കുറിച്ച് മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഈ കാലാകാലങ്ങളായിട്ട് ഈ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടെലിസ്കോപ്പിലൂടെ. ആ ടെലിസ്കോപ്പ് ഒന്ന് മാറ്റി, ഇപ്പോൾ ഹബിൾ ടെലിസ്കോപ്പ് മാറ്റി ജെയിംസ് വെബാക്കി. ആ സമയത്ത് മനുഷ്യന്റെ അഹങ്കാരം കണ്ടിരുന്നു. നിങ്ങളൊക്കെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ജെയിംസ് വെബ് ഗാലക്സികളുടെ ഫോട്ടോ എടുത്ത് അതിന്റെ താഴെ കമന്റ്, ദൈവത്തെ കണ്ടില്ലല്ലോ, ദൈവം എവിടെ? ജെയിംസ് വെബ് ഫോട്ടോ എടുക്കുന്നിടത്ത് നിൽക്കുകയാണ് ദൈവം കാണാൻ വേണ്ടിയിട്ട്. മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽം, തങ്ങൾക്ക് ലഭിച്ച തുച്ഛമായ അറിവിൽ അവർ അഹങ്കരിച്ചു. മനുഷ്യകുലത്തിന് നൽകപ്പെട്ട അറിവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു അറിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയാണ്. കടലിൽ ഒരു സൂചി മുക്കിയിട്ട് അതിൽ നിന്ന് എന്താണോ ഇറ്റി വീഴുന്നത് അതാണ് മനുഷ്യന് നൽകപ്പെട്ട അറിവ്, അള്ളാഹുവിന്റെ അറിവ്. വലോ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനകളാവുകയായിരുന്നെങ്കിൽ, വൽ ബഹ്റു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ, അതിനുശേഷം ഭൂമിയുടെ കടലും അതിനുശേഷം അത്ര തന്നെ 7 കടലുകളും മഷിയാവുകയും ചെയ്തിട്ട് അള്ളാഹുവിന്റെ കലിമത്തുകൾ എഴുതാൻ തുടങ്ങിയാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്തുകൾ അവസാനിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ. എന്നിട്ട് മനുഷ്യൻ ചെറിയ കാര്യത്തിൽ അവൻ അഹങ്കരിക്കും. അപ്പോ ഓരോന്നിനും ഓരോ ദൈവങ്ങളെ അവൻ സങ്കല്പിച്ചു വെക്കും. ഇതിനൊരു ദൈവം, അതിനൊരു ദൈവം, ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ ദൈവങ്ങളാണ് ഈ സംഗതികൾ മുന്നോട്ട് നീക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ലൗകാന ഫിൽ ആലിഹത്തുൻ കമാ യഖൂലുൻ, അവരങ്ങനെ പറയുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ
ഒരാൾ സൃഷ്ടിച്ചത്. ഇതല്ല ദഹബ കുല്ലു ഇലാഹിം ബിമാ ഖലക വല അലാ ബഅദുഹും അലാ ബഅദ്. ഈ മഴയെ മഴയെ പെയ്യിപ്പിക്കുന്ന ആള് അല്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആണോ അതോ അസിസ്റ്റന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആണ് മഴയെ വർഷിപ്പിക്കുന്നതെങ്കിൽ കടലിന്റെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ വെള്ളം എങ്ങനെ നീരാവിയാക്കി കൊണ്ടുവരാം? കടലിന്റെ ദൈവത്തിന്റെ പെർമിഷൻ വേണ്ടേ? അപ്പൊ കടലിന്റെ ദൈവം കൂടിയും ഇയാളാവണം, അല്ലെങ്കിൽ കടലിന്റെ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ വേണം. അപ്പൊ കടൽ നിലകൊള്ളുന്നത് ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയുടെ ദൈവം ഇതിനെ അംഗീകരിക്കണ്ടേ? നിങ്ങൾ ഒന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തീയുടെ ദൈവം, മഴയുടെ ദൈവം, അങ്ങനെ കാറ്റിന്റെ ദൈവം, ഇങ്ങനെ ഓരോന്നിന്റെ ദൈവങ്ങളെ പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ ഈ കണക്ഷൻ ഉണ്ടല്ലോ പരസ്പരമുള്ളത്. ഇതൊന്നും ഇൻഡിപെൻഡന്റ് അല്ലല്ലോ. തീ ഉണ്ടാക്കുന്ന ദൈവത്തിന് സസ്യത്തിൽ നിന്ന് വിറക് കിട്ടണ്ടേ? ആ വിറകിന്റെ ഉടമസ്ഥൻ സമ്മതിക്കണ്ടേ? ഇതല്ല ദഹബ കുല്ലു ഇലാഹിം ബിമാ ഖലക വല അലാ ബഅദുഹും അലാ ബഅദ്. എത്ര മനോഹരമായിട്ടാണ് ഖുർആനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലാഹുകളും അവനവൻ സൃഷ്ടിച്ചതായിട്ടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? തല്ലാവൂലേ? അപ്പൊ അള്ളാഹുവിന്റെ പുറമെ ഒരു ഇലാഹു ഇല്ല. അല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ല, അവന്റെ കൂടെ വേറെ ഒരു ഇലാഹു ഇല്ല. ഏകനാണ്, കവിയാണ്, അസീസാണ്, ശക്തനാണ്, സിംഹാസനത്തിന് ഉടമസ്ഥനാണ്. അവനെ വെല്ലാൻ, അവന്റെ കൽപ്പിക്കാൻ ആരുമില്ല. അപ്പൊ ആ അള്ളാഹു, പരമകാരുണ്യവാനായ പരമശക്തനായ ആ അള്ളാഹു, അവൻ ഏകനാണ്, ഏകനായിരിക്കണം. ഏകനായിട്ടില്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ള സൂചന പലയിടത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്ന ചില ആയത്തുകൾ അതിലേക്കുള്ള സൂചനകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. നഫഅനില്ലാഹു ബിഹിം വയ്യാക്കും. അസ്സലാമു അലൈക്കും.